ആദ്യം നമ്മൾ കല്ലെല്ലാം എടുത്ത് വൃത്തിയാക്കി, രണ്ടാമത്തെ പടിയായി മുള കൊണ്ടുവന്നു. ഇനിയും തട്ടിടണം. അതെ, ഞങ്ങളിവിടുന്ന് 1 കിലോമീറ്റർ ഏകദേശം നടക്കണം. 1 കിലോമീറ്റർ 3/4 കിലോമീറ്റർ അടുത്ത് കാണും. ഇതാണ് ഒരു തട്ടിടുന്നതിൻ്റെ കഷ്ടപ്പാട്. ആണല്ലേ. ഞാൻ തിരിഞ്ഞോളാം. ഇടുവാണ് പറയണേ. ഇടുവാ, റെഡി. പത്രത്തിലൊക്കെ വന്ന പെരുമ്പാമ്പിനെ കിട്ടിയ കാട്, ഒരു 3ഓളം പെരുമ്പാമ്പിനെ ഇതിനകത്തുനിന്ന് കിട്ടിയതാണ്. ആ കാടിനകത്തൂടെയാണ് നമ്മൾ ഈ പോക്ക് പോകുന്നത്. ഇതാദ്യമേ ഞങ്ങൾ മുന്നമേ ചവിട്ടി തെളിച്ചു, എന്നിട്ട് ഞങ്ങൾ നടന്നു പോകുന്ന വഴികളാണ്. ഈ കഷ്ടപ്പാടിൻ്റെ ഫലം കർത്താവ് ഞങ്ങൾക്ക് തരുമെന്ന്. നമ്മളെങ്ങനെയാണ് വെള്ളത്തിൽ മുള താക്കുന്നത് എന്ന് കണ്ടോണം. ആണ് ഞങ്ങൾ കരകൻ മോൻസി. കല്ലാലായി. കല്ലല്ലേ ആദ്യം നമ്മൾ പുള്ളി മനഃപൂർവ്വം ചെയ്തായിരിക്കും. എന്നെ എടുക്കുന്നറിയോ, ട്രിപ്പിടുന്ന ഫോട്ടോ ആക്കി എടുക്കും പുള്ളിക്ക്. പൂത്തയാകും പുള്ളിയെ കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഡെയിലി വീഡിയോ വരുവാ. പിടിച്ചു കൊടുക്കും ഇങ്ങനെ. പിന്നെ എന്നാ പിടിക്കാൻ? ഇത് പിന്നെ ആര് പിടിക്കും? രണ്ടും പിടിക്കണം. 4000 വീതി. പയറ് കൂട്ടല്ലോ കേട്ടോ ഉണ്ടായി. അതുപോലത്തെ വർത്താനം പറഞ്ഞല്ലേ. പയറ് ഞാൻ പോയി അറിയാൻ തോട്ടത്തിൽ കയറി രണ്ടൂടെ കയറി പറിക്കുക. ഇല്ല, തോട്ടം എന്ന് പറഞ്ഞാൽ കണ്ടവന്റെ പറമ്പ് വഴിയിൽ തോട്ടം ഇട്ടിരിക്കും. അല്ല, തന്റെ വീട്ട് പറമ്പൊന്നും അല്ലല്ലോ അത്. കണ്ടവന്റെ സർക്കാർ പഞ്ചായത്ത്, നിങ്ങൾ അച്ഛനാണ് പഞ്ചായത്ത്. പഞ്ചായത്തിൽ കൊണ്ട് വയറിട്ട് വെച്ച് നാട്ടുകാർ പറിക്കല്ലോ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാനെങ്ങനെ നിങ്ങൾ അതിലൊക്കെ താഞ്ഞു ഒറ്റ ചോറ് കാണുക. എടാ എവിടെ വയറിട്ടിരിക്കുന്ന നിനക്കറിയോ? എടാ വഴി പുള്ളിയുടെ മതിലിന്റെ ഇപ്പുറത്ത് വഴിയിലിട്ടിരിക്കുക. എന്നിട്ട് പറിച്ചല്ലെന്ന്. ഞാനും ഇവന് ഓർത്ത് വേറെ ഞങ്ങൾക്ക് ചോറ് ഞങ്ങൾ പറഞ്ഞു, എടാ 24 കോഴിയുണ്ട്, എല്ലാം ഡെയിലി പൂവൻ വരെ മുട്ടയിടുക. എന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്നിട്ട് ഒരു മുട്ട പിടിച്ചൊന്നുമില്ല. പൂവൻ കോഴിയെ വരെ മുട്ട ഇടിക്കുക. എങ്ങനെയാണ് ആറ്റിൽ മുള താക്കുന്നത്? പഴയ കാലത്ത് ആൾക്കാർ മുള ഇങ്ങനെ താത്ത് ഒരു മുള വെച്ച് അതിൻ്റെ മേളിൽ കയറി. സുഹിത്ത്, ആ കാലി എവിടെ സൂക്ഷിക്കണം? നിന്റെ അപ്പുറേ ഇതിപ്പോ ഉണ്ട്. മണ്ട വെട്ടേണ്ട വരത്തില്ലായിരുന്നു, ഇപ്പൊ തോന്നുമോ? അതുപോലെ ഇത് വേണ്ടോ? കല്ലല്ലോ, അല്ലെന്നേ, അത് ചരലല്ല. ഈ ഒരെണ്ണത്തിന് പിടുത്തം മതിയടാ.
മണ്ട വെട്ടങ്ങൾ ഞാൻ പറഞ്ഞു അത് മിക്കവാറും അങ്ങ് താന്ന് പോവേ കൊല്ലുകയും ചെയ്യുന്നു. ഇറങ്ങണല്ലോ അഴിക്കണമെങ്കിൽ. അത് ഇറങ്ങണ്ടോ നീ അഴിക്കാൻ ഇറക്കും. സമയം പോവാ. കാണുന്നു വളർത്ത് വീങ്ങി എന്നാണ് ഗന്ധപാല ചാഴിയുടെ ചൊറിച്ചിലും നമ്മളുടെ സാധനം ഒന്നും പിടിക്കുക. അതിന്റെ മുങ്ങി നോക്കും അല്ല കല്ലും വല്ലതും ഉണ്ടോ. എന്നെയും കൂടെ ചവിട്ടി താത്താക്കല്ലേ. എല്ലാം ഇത് ഇതിനകത്ത് എനിക്ക് കട്ട് ചെയ്ത് കളയാനേ കാണത്തുള്ളൂ, വീഡിയോ ഇടാനൊന്നും കാണത്തില്ല. പരപ്പത്ത് വന്നിട്ട് മറ്റുള്ളവരെ ഓടുണ്ടാക്കാൻ ഇരുമ്പോണ്ട് വല ഉണ്ടാക്കിയാലും പൊട്ടിച്ചോണ്ട് പോകും. ഒരു സംശയമില്ല. കോളത്തിലോട്ട് വീഴാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിന് അവിടെ കളം കിടപ്പുറം വിചാരിക്കില്ലേ. ഇതിനെ പുറത്ത് വെച്ച് കാപ്പ് കുടിച്ചാലും പൊക്കുക. മോഹൻചാറിന് എപ്പോഴും കാണാമല്ലോ എരിവ് വെക്കും. അതിനാ ആ പിന്നെ ഓരോരുത്തരെ പറയുമ്പോൾ അവനവനുള്ള കുറവുകളൂടെ നോക്കണം. ഞങ്ങൾ ചോറിനോണ്ടിരിക്കുക ഉള്ളി എരിവ് വലിക്കുക. ഞാൻ ഇനി കയറിട്ട് കാര്യമൊന്നും മുമ്പ് ഞാൻ കയറിട്ടാ കിട്ടിയില്ല അതെടാ വലിച്ചു പിടിച്ചാടാ. വലിച്ചു പിടിച്ചിട്ട് എൻ്റെ തലയിലോട്ട് നമ്മളത് ഒന്നും കൂടെ കേട്ടതാണ്. മാക്സിമം എന്ത് ഉയരത്തിൽ നിന്ന് മുളയാന്ന് ഓർത്തി, രണ്ടാൾ പൊക്കത്തിൽ നിന്ന് മുള ഇപ്പോൾ മൊത്തം 6 അടിയിലോട് താത്ത് വന്നു. അലക്കാലം എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല പരുവത്തിനുള്ള. ആ കൊച്ചോനോട് ചോദിച്ചാൽ അവനോ അപ്പുറത്ത് വരുമോന്ന്. അടുത്ത നമ്മുടെ കൂട്ടത്തിലെ ഇച്ചിരി വെയിറ്റ് ഉള്ള ചേട്ടൻ കയറുവാണ്. എന്നാലും മുളയുടെ അവസാന ഘട്ടം ശീലാമയുടെ അരി കഴിക്കുന്നുണ്ട്. അരി ഒരു മാസം തികയും വല്ലാത്ത മനുഷ്യനാണ്. 1.5 കിലോ പുല്ലൻ. ഇത് മുളയല്ലോ. ഇത് മുളയല്ല താഴുന്നത്. അല്ലെന്ന് മുളയല്ല താഴുന്നത്. പിന്നെ 5 താറാവിന്റെ കൂടുതലായിരിക്കും. താറാവിനൊന്നും കിടക്കാൻ നിന്ന് കമ്പിട്ട് കിടക്കും, വിഷയം ഉണ്ടാക്കുമെന്ന്. ചവിട്ടാ ഞാൻ മെഷീനല്ല എന്ന് പറഞ്ഞ അങ്ങോട്ട് ചവിട്ടാൻ. ഉള്ളി ബിവറേജിൽ ഇപ്പൊ ജോലിയും കിട്ടും. അടുത്ത് പോയത് അങ്ങനത്തെ നിർത്താൻ പോണോ? നിർത്തുക. തിരച്ചു നേരത്തെ പറഞ്ഞാ ഞാൻ ജയിക്കുവാണ് നിർത്തിക്കാന്ന് പറഞ്ഞാല് അപ്പോരെ ജയിക്കാൻ പോയ അല്ല ചെരുവടാ ഈ സൈഡിലുണ്ട്, ഈ തല ഈ സൈഡിലുണ്ട് ചെരുവ്. അല്ലെങ്കിൽ ഇല്ല, അത് നമ്മൾ ഈ തൂക്കിന് നമ്മൾ റെഡിയാവും. അല്ല കെട്ടങ്ങനെ കെട്ട വെളിയിൽ തന്നെ കെട്ടണം. ഫ്രണ്ടി വരണം. ക്യാമറാമാനാണ്. നമുക്ക് മനസ്സിലാവില്ല, മറ്റേ സാധനം അടിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്റെ ഇവരോടൊന്നും വരരുത് എന്ന് പറഞ്ഞ യൂത്തന്മാരുടെ പോകരുത്.
ഇടിക്കാൻ കേട്ടോ അതേ കെട്ടി ഇങ്ങോട്ട് വെച്ചാൽ ഇതിന് കുഴപ്പമുണ്ട്. നമ്മളിത് കെട്ടിക്കഴിഞ്ഞ് മറ്റേ അവിടെ കുട്ടി അടിച്ച് അവിടത്തേക്കും കെട്ടിയില്ലെങ്കിൽ ഈ സാധനം അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പോന്നോട്ടാ അങ്ങോട്ടല്ലെന്ന് അങ്ങനെ മതി. ഇച്ചിരി പോട്ടെ, ഇച്ചിരി പോട്ടാ. ഒത്തിരി ആയി കഴിഞ്ഞാൽ മുള ഒടിഞ്ഞു പോകും. മുട്ടിനപ്പുറത്ത് നോക്കട്ടെ. ഒടിയോ? ഇല്ല, ഒടിയത്തൊന്നും. ഈ നാട്ടിൽ നമ്മൾ കവട്ട എടുത്തിരുന്ന പറയും. ബാക്കി അമ്മാരെന്ത് ചെയ്യടാ രണ്ടെണ്ണം മോള്? അതിന്റെ അപ്പുറത്ത് അവന്റെ ഭാര്യക്ക് ഡെലിവറി അല്ലേ? ഇളവനോ? അല്ലടാ, ഇത് മുറുക്കാൻ അതിലൂടെ വിടുന്നു. നിങ്ങൾ എടുത്ത് വെയില് കേട്ടോ. എടാ അങ്ങനെ അല്ല കട്ടണത്, എല്ലാടെ കൂടി ചുറ്റാൻ പിടുത്തം വരാൻ വേണ്ടി. എടാ ഇവിടെ ഒരു ഇതുണ്ട്, തിരിച്ചു വെക്കണം ഇത്. ഇതൊരു വെട്ടുണ്ട്. താന്നു പോയല്ലേ? എന്നാ മാറിക്കടാ, ലൂസ് ചെയ്ത. ഇങ്ങനെയാണ് പോകേണ്ടത്. പൂവാണ് ഇങ്ങനെ പോകണം കേട്ടോ. മതിയെന്ന് അതിന്റെ കറക്റ്റ് ആയിരുന്നു അല്ലേ? ഈ മുള കറക്റ്റ് ആയിരുന്നു അല്ലേ? ഇറങ്ങിയാ പോകുന്നത്. കാണിച്ച അത്രയും ഇനിയും പോവല്ലേ തന്നോടൊക്കെ ആദ്യം വല്ലതും പറഞ്ഞാൽ ബുദ്ധി നല്ല മുള ഇടണമെന്ന് പറയണം. ഞാനല്ല ഇപ്പൊ തട്ടായി, മുളയായി, തട്ടായി. മാറ്റി പിടിച്ചേ. കാല് പോവല്ലേ നീ ആ ചവിട്ടുന്ന അങ്ങോട്ട് പിടിക്കുക, അങ്ങോട്ട് ഇങ്ങനെ പോര് വന്നു. ഞങ്ങളിവിടെ ഇതിന്റെ പുറത്താണ്, നിങ്ങൾ തടയുന്നുണ്ട് പറയുന്ന പോലല്ല. ഇങ്ങോട്ടുണ്ട് ആ മുള ഇങ്ങോട്ട് വരുന്നുണ്ടാ താഴുന്നുണ്ടാ. ചവിട്ടിക്ക. ഒന്നൂടെ മതിയടാ. എങ്ങനെയാണ് താന്നാ അവനെല്ലാം നല്ല താന്താൻ കയർ താഴെ കെട്ടിയിട്ടല്ലോ എന്റെ അല്ല ഇത് ഡൈവ് അടിച്ചാ പോലെ ആലോചിക്കാണ്ടിരിക്കുന്നില്ലേ? ഈ കയറിന്റെ തുമ്പ് വന്നാൽ മതിയായിരുന്നു. നിന്റെ പത്തരം കൂടല്ലോ ഇത്. അമ്മ അവിടുത്തെ കരകല്ല് പോരും. വിഷയമൊക്കെ ഉണ്ട്. തെന്നി പോവാണല്ലോടാ. മുളയാണോ താഴുന്നത്? അല്ലെന്ന് കാല് ഇതാക്കരുത്, കാല് ഈ മുള മൊത്തം പോകും കേട്ടോ. വീട് എന്നിട്ടാ നിങ്ങൾ കുഞ്ഞുമുള അടിച്ചാത്ത ആദ്യം. അത് കുറച്ച് അത് രണ്ടാമത്തെ കാല് സെറ്റപ്പ് നൈസായിട്ട് അങ്ങ് പോയി. മറ്റേ കല്ലും പുറത്ത് കളി മേടിച്ചു ഇത് അങ്ങോട്ട് പോയി അങ്ങോട്ട് എനിക്ക് മുറിക്കണ പറ്റത്തില്ല. ഒന്നിട്ട് പിടിച്ചാൽ മുറുകെ ഏറ്റവും തുമ്പത്തിരിക്കുന്ന മുറുക്കണ ഇത് ഇത് കൊള്ളത്തുമില്ല. മുറിച്ചു പോകും. കറക്റ്റ് ആ മുട്ടല്ല നിൽക്കുന്നത്. ചോടെ താഴെ ചോടെ തടിക്കടാ. മതിയടാ, ഇനിയിപ്പോ പോയി ആ മൂപ്പ് മാറും. അവിടുന്ന് ഇടിയുന്നുണ്ടോ നോക്കിക്കോണേ. ഓ അതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇടിഞ്ഞു പോകണം. പോട്ടെ ആ മണ്ണൂടെ വലിച്ചു കയറ്റും. അത് പെട്ടേ അവിടെ പെട്ടണ്ടാ അയ്യാനും വേറെയൊന്നും കൊണ്ട് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച അത് താന്നു ആശാന്മാരെ രാവിലെ എന്നാ അങ്ങോട്ട് ഉളുതേപ്പ് തുടങ്ങും. തേച്ച് തുടങ്ങി 15 വരെ ഉളുതേപ്പാണ്. കാപ്പ് കുടിക്കാൻ അങ്ങനെ വിളിക്കാം. അന്നേരം അതുവരെ ഇല്ലാത്ത പണിയാ. ഞാനൊരു കാര്യം പറയട്ടെ, അത് ഇപ്പറേ അടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോടാ, ഇപ്പറേ ഇങ്ങോട്ട് കമ്പ് വരാതെ കൊണ്ടുവത്താൻ നിൽക്കും. ഇടി വേണം ഞങ്ങളോട് ചോദിച്ചാണ് അഭിപ്രായം.
നിങ്ങൾ കുണ്ടിക്ക് കളി കളയൂ. എടാ കല്ലിൽ നോക്കി നിൽക്കുവാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലത്തിന് മാറി നിൽക്കും. ഞാൻ അവിടെ നിങ്ങൾ അങ്ങോട്ട് പോയി. വരത്തില്ല, കയർ അവിടെ ലോക്കാണ് അത്. ആണെന്നേ, നീ ആ കയർ ലൂസ് ആക്കിയിട്ട് നിർത്തി. നമ്മുടെ തട്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായേക്കുവാണ്. ഇനി 2 കാല്. ഇല്ലടാ, ആര് പറഞ്ഞു തട്ടി വരുന്നില്ല ഇങ്ങോട്ട്? ആ മതി 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 ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട മതി. നമുക്ക് പലക ഇടുക. ഉണ്ടോ? അത് മതി. അങ്ങനെ നിൽക്കണം. ടൈറ്റ് ആയി നിന്നില്ലേ? ഇനി പലക നമ്മളിടും. എന്നിട്ട് ഇതെല്ലാം വെട്ടി സെറ്റപ്പ് ആകും. നമ്മളിവിടെ നിന്നാണ് ഈ കൊല്ലം മീൻ പിടിക്കുന്നത്. ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇനിയും കല്ലുകളുണ്ട് എടുക്കാൻ. ഓക്കെ ബൈ, സീ യു.